ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അൺ അക്കാദമി. ഞാൻ നിങ്ങളുടെ വെരിഫൈഡ് എഡ്യൂക്കേറ്റർ ഇസ്മായിൽ കാലടി. എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെ LDC, LGS, VEO തുടങ്ങിയ എക്സാംസിന് വേണ്ടിയിട്ടുള്ള മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു കോഴ്സായിരുന്നു ഇത്. നമ്മുടെ ടാർഗറ്റ് മിഷൻ 2020 ആണ്. അതായത് ഈ 3 എക്സാംസിലും മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഭാഗങ്ങളിൽ നിന്ന് 20ൽ 20 നേടാൻ പ്രാപ്തരാക്കുന്ന രീതിയിൽ നിങ്ങളുടെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു കോഴ്സാണിത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിക്വസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ കോഴ്സിന്റെ കമന്റ്സിൽ റിക്വസ്റ്റ് ചെയ്താൽ തുടർന്ന് വരുന്ന ലെസൺസിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് 117/2017 കമ്പനി LGS ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായി നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം. 2/3 -1/2 + 5/6 ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ലെസണിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെയുള്ള ഡിനോമിനേറ്റേഴ്സ് എന്താക്കണം, സെയിം ആക്കണം. അതിന്റെ LCM എടുക്കണം. 3, 2, 6 ആണ്. അതിന്റെ 3ന്റെയും ലസാഗു എത്രയാണ്? 6 തന്നെയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3നെ 6 ആക്കണം, അതുപോലെ ഈ 2നെയും 6 ആക്കണം. അപ്പൊ ആ 3നെ 6 ആക്കാൻ നമ്മൾ എത്രയാണോ അവിടെ ഗുണിക്കുന്നത് ആ ഗുണനം തന്നെ നമ്മൾ മേലെയും ചെയ്യണം. അതായത് ഇവിടെ 3 × 2 ചെയ്ത 6 ആവും. അപ്പൊ അതേപോലെ മേലെയും ഈ 2നെയും നമ്മൾ 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അപ്പൊ 2 × 2 എന്നാവും മേലെ. താഴെ അടുത്തത് -1 × 3 എന്ന് വരും. മൂന്നാമത്തെ ടേമിൽ ഓൾറെഡി അവിടെ 6 ഉണ്ട് താഴെ. അപ്പൊ ഇനി അതിലൊന്നും ചെയ്യണ്ട. 5 × 1 അല്ലെങ്കിൽ ചെയ്യണ്ടെന്ന് തന്നെ വെക്കാം. അപ്പം +5 എന്നും വരും. ഇനി നമ്മൾ ഇവിടെയുള്ള ഈ മൾട്ടിപ്ലിക്കേഷൻസ് എല്ലാം ചെയ്ത ശേഷം മാത്രമേ നമുക്ക് അഡിഷനും സബ്സ്ട്രാക്ഷനും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 2 × 2 4, അടുത്തത് 1 × 3 3 ആയിരിക്കും. 4 - 3 + 5 എന്ന് കിട്ടും. അതൊന്ന് കുറക്കുകയും കൂട്ടുകയും ചെയ്താൽ ഒന്നെങ്കിൽ 4 + 5 ഏകദേശം 3 കുറക്കുക, അല്ലെങ്കിൽ 4 - 3 ഏകദേശം 1 കൂട്ടിയാലും മതി. അപ്പൊ സിമ്പിൾസ് ശ്രദ്ധിക്കുക. ഇവിടെ 4ഉം 5ഉം കൂട്ടി 9ൽ നിന്ന് 3 കുറച്ചു 6 കിട്ടി. 6/6 എന്ന് കിട്ടും. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ആയിരിക്കും ഉത്തരം കിട്ടുക? നമുക്ക് ഉത്തരം 1 ആണ് കിട്ടുന്നത്. അത് ഏത് നമ്പർ ആയാലും. 0യുടെ കേസിൽ മാത്രമേ അത് വ്യത്യസ്തമായിട്ട് വരുള്ളൂ. 0നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കേസിൽ 6നെ 6 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു നമ്മുടെ ഉത്തരം 1 ആയിരിക്കും. ഓപ്ഷൻ D ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഭിന്നസംഖ്യകൾ വെച്ചിട്ടുള്ള അഡീഷനും സബ്സ്ട്രാക്ഷനും മിക്സ് ചെയ്ത് വന്നിട്ടുള്ള ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് വീണ്ടും ദശാംശ സംഖ്യകളുണ്ട്, ഡെസിമൽ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള സബ്സ്ട്രാക്ഷൻ അഡീഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് 15.9 + 8.41 - 10.01 എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ 15.9നെ 8.41 കൊണ്ട് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ അറിയാം 9ന് ശേഷം ഇവിടെ പോയിന്റ് ഒന്നുമില്ല. അപ്പൊ അവിടെ നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. 0 1 കൂട്ടി 1 കിട്ടും. 9 4 13, ബാക്കി 1 ഇതിലേക്ക് വരും. 16ഉം 8ഉം 24 എന്ന് കിട്ടും. 24.31ൽ നിന്ന് 10.01 കുറക്കുകയാണ് നമുക്ക് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ്. അത് കുറച്ച് വരുമ്പോൾ നമുക്ക് 14.30 എന്ന് കിട്ടും. അതിനെ നമുക്ക് സിംപ്ലി 14.3 എന്ന് എഴുതാം. കാരണം ഇവിടെ വരുന്ന 0ത്തിന് ഒരു വാല്യൂ ഉണ്ടാവില്ല, അതുപോലെ ഇതിന്റെ ഇപ്പുറത്ത് എഴുതുന്ന 0ത്തിനും ഒരു വാല്യൂ ഉണ്ടാവില്ല. അതിന് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? ഓപ്ഷൻ C ആയിരിക്കും. 14.3 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് LGSൽ സ്ഥിരമായി ചോദിക്കാറുള്ളത്. അധികവും ഈ സിംപ്ലിഫിക്കേഷന്റെ സിമ്പിൾ കാൽക്കുലേഷൻസ്, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും കാണുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.5ന്റെ വർഗം എത്ര? 2.5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിന്റെ വർഗം അല്ലെങ്കിൽ അതിന്റെ സ്ക്വയർ എത്രയാണ് എന്നാണ്. അപ്പൊ ഇത് കാണാൻ എളുപ്പമാണ്. എന്താക്കുക, നമ്പർ പോയിന്റ് ഇല്ല എന്ന രീതിയിൽ 25ന്റെ വർഗം കണ്ടാൽ മതി. 25 × 25 ചെയ്യുക, നമുക്ക് 625 കിട്ടും. ഇനി ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എത്ര പോയിന്റ് ഉണ്ട്? ഇവിടെ 2.5 ഒരു പോയിന്റ് ആണുള്ളത്. അതിനെ സ്ക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ, വർഗം എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പൊ 2.5 × 2.5 ചെയ്യുക, 6.25. അതായത് ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരം 625 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടിയത്. അതിൽ നമുക്ക് മൊത്തം ഇവിടെ ഉണ്ടായിരുന്ന 2 പോയിന്റ്സ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ ഉത്തരം 6.25 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു കച്ചവടക്കാരൻ ഒരു ഡസൻ പെൻസിൽ 48 രൂപക്ക് വാങ്ങി. ഒരു പെൻസിലിന് 5 രൂപ നിരക്കിൽ വിറ്റാൽ അയാൾക്ക് ലഭിച്ച ലാഭം എത്ര എന്നാണ്. അപ്പോൾ ഒരാള്
എത്ര പെൻസിൽസ് ആണ്? ഒരു ഡസൺ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയണം. 12 എണ്ണത്തിനെയാണ് നമ്മൾ ഒരു ഡസൺസ് എന്ന് പറയുന്നത്. 12 പെൻസിൽ ഒരാൾ 48 രൂപക്ക് വാങ്ങി. അതേ ആള് തന്നെ ഒരു പെൻസിലിന് 5 രൂപ വെച്ച് വിറ്റപ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് ലാഭം ലഭിച്ചത് എന്നാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യുക? 12 × 5 ചെയ്യുക. 12 × 5 എന്ന് പറഞ്ഞാൽ 60 ആണ്. നമ്മുടെ മൊത്തം 12 എണ്ണത്തിന്റെ വിറ്റ വില 60 ആയിരിക്കും. ലാഭം എത്ര ആയിരിക്കും? 48 രൂപയ്ക്കാണ് വാങ്ങിയത്. 60 - 48 12 രൂപയായിരിക്കും നമ്മുടെ ലാഭം. ശതമാനം ഒന്നും ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ലാഭം മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. 60-ൽ നിന്ന് 48 കുറക്കുക, 12 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 5 ആളുകളുടെ പ്രായം 25, 27, 33, 41, 54 ആയാൽ അവരുടെ ശരാശരി പ്രായം എത്ര എന്നാണ്. 5 പേരുണ്ട്, അവരുടെ എല്ലാം വയസ്സുകൾ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് അവരുടെ ശരാശരി എത്രയായിരിക്കും എന്നാണ്. അപ്പൊ ശരാശരി കാണാൻ നമുക്കറിയാം, ബേസിക് കാര്യമാണ്. തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ കൂട്ടിയ ശേഷം അത് എത്ര എണ്ണം ഉണ്ട് നോക്കുക. അതായത് മൊത്തം തുക കണ്ട ശേഷം അതിനെ എത്ര എണ്ണം തുക ഉണ്ട് നോക്കിയിട്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5. മൊത്തം 5 എണ്ണം ഉണ്ട്. 5 ആളുകളുടെ ഏജുകളും ഉണ്ട്. ഈ ഏജുകൾ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 25 + 27 + 33 + 41 + 54 മൊത്തം കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 180 കിട്ടും. അപ്പൊ 180-നെയാണ് നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. 180-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 36 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഈ ശരാശരി എത്രയായിരിക്കും? ഓപ്ഷൻ ഡി 36 ആയിരിക്കും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 5 പേരുടെ പ്രായം തന്നിട്ട് അവരുടെ ശരാശരി കാണാനാണ് പറഞ്ഞത്. അപ്പൊ ശരാശരി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരുടെ പ്രായം എടുത്ത് അത് കൂട്ടിയ ശേഷം അതിനെ മൊത്തം എണ്ണം എത്ര എണ്ണം ഉണ്ട് അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തി. റൈറ്റ് ആൻസർ ഈസ് 36. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 150 മീറ്റർ. ഒരു സെക്കൻഡിൽ 5 മീറ്റർ വേഗത്തിൽ ഓടുന്ന മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്താൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരുവാൻ എടുക്കുന്ന സമയം എത്ര? എയിൽ നിന്ന് ബിയിലേക്ക് 150 മീറ്റർ ആണുള്ളത്. ഒരാൾ പോകുന്നത് സെക്കൻഡിൽ 5 മീറ്റർ വേഗതയിലാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് കാണണം? നമ്മള് സമയം കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആലോചിക്കുക. മൊത്തം എത്ര ദൂരം പോയി അതിനെ വേഗത കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് സമയം കാണാൻ പറ്റും. 150 മീറ്റർ ആണ് അയാൾ പോയിട്ടുള്ളത്. അയാൾ പോകുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ ഒരു സെക്കൻഡിൽ. അപ്പൊ 5 മീറ്റർ പെർ സെക്കൻഡ് 150 ÷ 5 ചെയ്യുക. ഉത്തരം നമുക്ക് സെക്കൻഡിലാണ് കിട്ടുക, കാരണം ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലായിരുന്നു സ്പീഡ് ഉള്ളത്. അപ്പൊ അതേ യൂണിറ്റിൽ തന്നെ നമുക്ക് എന്ത് കിട്ടണം? ഉത്തരവും കിട്ടണം. 150-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30 സെക്കൻഡ് എന്ന് ഉത്തരം കിട്ടും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പൊ ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ലെസൺസിൽ ചെയ്യുന്നതായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെയും 20 റീസണിങ്ങും മെന്റൽ എബിലിറ്റിയിലെയും മൊത്തം 20 ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ തൊട്ടടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കും. ആദ്യം നമ്മൾ കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് LDCയിലെയും നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യം നമ്മൾ ബേസ് ഒക്കെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോവാം. അപ്പൊ ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കോഴ്സിന് ഒരു റിവ്യൂ നൽകാൻ ശ്രദ്ധിക്കുക. റൈറ്റ് എ റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളുടെ സൈഡിൽ. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റേറ്റിംഗും റിവ്യൂവും നൽകാം. അതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പിൽ നിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഡെഡിക്കേറ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതും യൂസ് ചെയ്യുക. അതുപോലെ ഈ കോഴ്സ് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.